കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് നയന അകത്തേക്ക് കയറി വരുവാണ്. ഈ സമയത്താണ് അനിയൻ കൂടിയല്ലേ. അനി എന്നിട്ട് ചോദിച്ചു, അല്ല എടുത്തി എനിക്ക് 2 വിവാഹം ഉണ്ടോന്ന് ചോദിക്കുക. ഇത് കേട്ട നയനെന്ന് ഞെട്ടി. എന്തായാലും നീ അങ്ങനെ പറഞ്ഞേ? അല്ല, വാഴക്കല്യാണമൊക്കെ നടത്തിയല്ലോ. ഞാൻ വാഴക്കല്യാണത്തെ കുറിച്ച് ഗൂഗിളിനകത്ത് സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ 2 കല്യാണം ഉള്ളവർക്കാണ് ഈ വാഴക്കല്യാണം ഒക്കെ നടത്തുന്നത്. അങ്ങനെ 2 കല്യാണം നടക്കാതിരിക്കാൻ വേണ്ടി ആദ്യം വാഴയെ കല്യാണം കഴിച്ച ആ വാഴ വെട്ടിമാറ്റുക ചെയ്യുന്നേ. അപ്പൊ ശരിയാണോ എടുത്തിന്ന് ചോദിക്കുക. ഇത് കേട്ട നയന പറഞ്ഞു, ഏയ് അങ്ങനൊന്നും ഇല്ല, എനിക്ക് ചെറിയ ദോഷങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ആ ദോഷങ്ങളൊക്കെ മാറാൻ വേണ്ടിയിട്ടാ ഇങ്ങനെ ഒരു വാഴക്കല്യാണം നടത്തിയെന്ന് പറയാം. ഇത് കേട്ടതും അനി പെട്ടെന്ന് പറഞ്ഞു, എങ്കിൽ പിന്നെ എന്തിന് എടുത്ത് ഇത്ര വിഷമിച്ച് ബുദ്ധിമുട്ടി ഈ കല്യാണം നടത്തുന്നേ? ഇതിന്റെ വല്ല കാര്യമുണ്ടോ? എനിക്കാണെങ്കിൽ ഈ വിവാഹത്തിന് ഒട്ടും താല്പര്യം ഇല്ല താനും. വെറുതെ എന്തിനാ? ഇത് കേട്ടതും നയന പറഞ്ഞു, ഇനിയിപ്പം അനാമികയായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് എനിക്ക് പിന്മാറാനൊന്നും പറ്റില്ല. കാരണം നാളെ നിങ്ങളുടെ വിവാഹമാണ്. അനി ഇന്ന് ചിന്തിച്ചു നോക്കിയേ, മുത്തശ്ശന്റെ അവസ്ഥയെക്കുറിച്ച് ആലോചിച്ച് നോക്കിയേ. അല്ലെങ്കിൽ തന്നെ ഇപ്പൊ മുത്തശ്ശ ഹോസ്പിറ്റലാ. ഇതുകൂടെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുത്തശ്ശന്റെ അവസ്ഥ എന്തായി തരും. അതുകൊണ്ട് അനി മറ്റൊന്നും ചിന്തിക്കണ്ട. ഇനി അനാമിക മാത്രമായിരിക്കണം മനസ്സിനുള്ളിൽ ഉണ്ടായിരിക്കണ്ടേ. വേറൊരു വിവാഹത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഈ വിവാഹം വേണ്ടെന്ന് വെക്കുന്നതിനെ കുറിച്ചോ ചിന്തിക്കുക വേണ്ടെന്ന് പറയണം. ഈ സമയത്ത് വസുന്ധര മുത്തശ്ശി അങ്ങോട്ട് വന്നേ. മുത്തശ്ശി ചോദിച്ചു, എന്താ മോളെ, എന്താ കാര്യം എന്ന് ചോദിക്കാം. പെട്ടെന്ന് അനി ചോദിച്ചു, അല്ല മുത്തശ്ശി എനിക്ക് 2 കല്യാണം ഉണ്ടോന്ന് ചോദിക്കാം. അല്ല അത് പിന്നെ ഞാന്. അല്ല മോനെ, അതെന്താ നീ അങ്ങനെ ചോദിച്ചേ? അല്ല വാഴക്കല്യാണം നടത്തിയോണ്ട് ചോദിച്ചതാ. അല്ല ഇങ്ങനെ എന്തേലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എന്തിനാ മുത്തശ്ശി വെറുതെ ഈ കല്യാണമായിട്ട് മുന്നോട്ട് പോയത്? അല്ല ജാതകങ്ങൾ തമ്മിൽ ചേരുന്നുണ്ടെങ്കിൽ ഈ വിവാഹം നടത്തേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? ഇത് കേട്ട് മുത്തശ്ശി പറഞ്ഞു, ഏയ് അങ്ങനെ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. എന്നിട്ടാണോ ക്ഷേത്രത്തിലെ പൂജാരി അല്ലേ പറഞ്ഞേ ജാതകങ്ങൾ തമ്മിൽ ചേരൂന്ന്? എന്നിട്ട് ഇപ്പൊ എന്താ പുരോഹിതൻ പറഞ്ഞേ ജാതകങ്ങൾ തമ്മിൽ ചേരില്ലാന്ന്? അന്നെങ്കിൽ പിന്നെ അന്നേ മുത്തശ്ശിക്കൊക്കെ പോയി അത് നോക്കിയാ പോരായിരുന്നോ? ഈ പൂജാരി പറഞ്ഞതിന് ശേഷം പുരോഹിതനെ പോയി കാണാമല്ലായിരുന്നോ ഞങ്ങളുടെ ജാതകങ്ങളും വെച്ച്? എങ്കിൽ പിന്നെ ഈ പ്രശ്നങ്ങളും എല്ലാം ഉണ്ടാവുമായിരുന്നോ? പെട്ടെന്ന് മുത്തശ്ശി പറഞ്ഞു, അല്ല അത് പിന്നെ അന്ന് അങ്ങനെ തോന്നാതിരുന്നേ ഒരു പക്ഷേങ്കില് നീയും അനാമികയും തമ്മിലുള്ള വിവാഹം നടക്കണം. അപ്പൊ അതുകൊണ്ടായിരിക്കും അങ്ങനെയൊന്നും തോന്നാതിരുന്നേന്ന് പറയാം. എന്തൊക്കെയാണെങ്കിലും ഈ വിവാഹം നടക്കുമെന്ന് പറയാം. എന്നാലും വേണ്ടായിരുന്നു മുത്തശ്ശി, എനിക്കാണ് ഒട്ടും താല്പര്യമില്ല ഈ ബന്ധത്തിന്. മുത്തശ്ശി പറഞ്ഞു, ഇനിയിപ്പൊ അതും ഇതൊന്നും ഓർത്തിരുന്നിട്ട് കാര്യമില്ല. അറിയാലോ, ഇതിന് മുത്തശ്ശന്റെ അവസ്ഥയും കൂടെ ആലോചിച്ചിട്ട് വേണം. മുത്തശ്ശനാണ് വാക്ക് കൊടുത്തേ. പിന്നെ പ്രശ്നങ്ങളൊക്കെ തീർന്നല്ലോ. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ, അതൊക്കെ അങ്ങോട്ട് മാറിയിട്ടുണ്ട്. ഇനിയിപ്പോ ഒരു പ്രശ്നങ്ങളും ഉണ്ടാകാൻ പോകുന്നില്ല. നാളെ വിവാഹമാ, ആ ഒരു ഓർമ്മ വേണം. നീ വാ മോളെന്നും പറഞ്ഞ് നയനയുടെ കൈയും പിടിച്ചങ്ങോട്ട് പോവാണ്. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. വല്ലാത്തൊരു ടെൻഷനായിപ്പോയി. എല്ലാരും തന്നിൽ നിന്ന് എന്തൊക്കെയോ മറയ്ക്കാൻ ശ്രമിക്കുന്ന പോലെ എനിക്കൊരു തോന്നലുണ്ടാവുകയാണ്. അങ്ങനെ അനി അങ്ങോട്ട് പോകുന്ന സമയത്ത് നന്ദു ഇങ്ങോട്ട് വരുന്നത്. അനിയെ കണ്ടു നന്ദു പെട്ടെന്ന് ഒഴിഞ്ഞു മാറി അങ്ങോട്ട് പോകാൻ തുടങ്ങണം. പെട്ടെന്ന് അനി നന്ദുവിനെ വിളിച്ചു, നീ എന്താ നന്ദു എന്നെ കണ്ടിട്ട് മൈൻഡ് ചെയ്ത് അങ്ങോട്ട് പോകാൻ തുടങ്ങുന്നേ? ഏയ് ഒന്നുമില്ല. എന്ത് പറ്റി? കഴിഞ്ഞ പ്രാവശ്യം നീ എന്താ എന്നോട് പറയാതെ പോയെന്ന് ചോദിക്കാം. ഇത് കേട്ട നന്ദു പറഞ്ഞു, ദേനി എന്നോട് അധികം സംസാരിക്കാൻ വരണ്ട. നിന്റെ അമ്മയ്ക്ക് അത് ഇഷ്ടപ്പെടില്ല. എങ്ങാനും കണ്ടോണ്ട് വന്നാൽ പിന്നെ അത് മതി അടുത്ത പ്രശ്നമാവാനായിട്ട്. അറിയാലോ, എന്തൊക്കെയോ സംശയങ്ങളൊക്കെ ഉണ്ട് ആന്റിക്ക്. അതുകൊണ്ട് വെറുതെ വേണ്ട, എൻ്റെ അടുത്ത് സംസാരിക്കാൻ വരണ്ടെന്ന് പറയാം. ഇത് കേട്ടതും അനി പറഞ്ഞു, നീ എന്താ നന്ദു ഇങ്ങനെയൊക്കെ പറയണേ? നന്ദുവിന് അറിയാവോ എനിക്ക് 2 കല്യാണം ഉണ്ടെന്നാ പറയണേ. അതിന് വേണ്ടിയിട്ടാ വാഴക്കല്യാണം ഒക്കെ നടത്തിയത്. എനിക്കാണെങ്കിൽ അനാമയായിട്ട് ഒത്തു പോകാൻ പോലും പറ്റില്ല. നിനക്കറിയാലോ എന്റെ മനസ്സ് എന്താന്ന്. അനാമയായിട്ടൊരു ജീവിതത്തെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നതിൽ അപ്പുറമെന്ന് പറയാം. ധ്യാനി, നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയല്ലേ. നാളെ നിന്റെ കല്യാണം, ഈ മുഹൂർത്ത സമയം അടുക്കുമ്പോഴാണ് നീ ഇങ്ങനെയൊക്കെ പറയണേ. എങ്ങാനും വിവാഹം മുടങ്ങിപ്പോഴത്തെ അവസ്ഥയൊന്ന് ഓർത്ത് നോക്കിയേ. പിന്നെ എനിക്കും എന്റെ ചേച്ചിമാർക്കും ആയിരിക്കും കുറ്റം മുഴുവൻ വരുന്നുണ്ടായിരിക്കുക. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് ഞങ്ങളെയും കൂടെ അകപ്പെടുത്തില്ല. അതുകൊണ്ട് നീ ഇങ്ങനെയൊന്നും പറയരുത്. ഞാൻ അങ്ങോട്ട് പോവാന്ന് പറയണം. നന്ദു നിക്ക്, എനിക്ക് നിന്നോട് കുറച്ചുകൂടെ സംസാരിക്കാനുണ്ട്. സംസാരിച്ചിട്ട് പോയാൽ മതി എന്ന് പറയാ. വേണ്ട, ഇനിയിപ്പൊ നിന്നോട് സംസാരിച്ചിരുന്നത് ശരിയാവത്തില്ല. നീ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ആന്റി എങ്ങാനും വന്നു കണ്ടാ പിന്നെ അതിന്റെ പേരിലായിരിക്കും ഇവിടെ ഭൂകമ്പം ഉണ്ടാകാൻ പോകുന്നത്. അപ്പോഴാണ് ജാനകി അങ്ങോട്ട് വരുന്നുണ്ട്. പെട്ടെന്ന് നന്ദു പറഞ്ഞേ, നിന്റെ അമ്മ വരുവാന്ന് പറയണം. ജാനകി അങ്ങോട്ട് വന്നു. ജാനകി വന്നിട്ട് എന്താ എന്താ നിങ്ങൾ രണ്ടും കാര്യം എന്ന് ചോദിക്കും അവിടെ. ഒന്നുമില്ല, നിന്നോട് ഞാൻ പറഞ്ഞല്ലേ കല്യാണത്തിൻ്റെ വന്നാ മതിയെന്ന്. പിന്നെ നീ എന്തിനാ നന്ദു നേരത്തെ ഇങ്ങോട്ട് വന്നേന്ന് ചോദിക്കുക. അല്ല അത് പിന്നെ ഞാന് കൂടുതലൊന്നും പറയണ്ട, എനിക്ക് മനസ്സിലായി. നിന്റെ മനസ്സിലിരിപ്പ് എനിക്ക് മനസ്സിലായെന്ന് പറയാ. ഇത് കേട്ടതും അനി പറഞ്ഞു, അമ്മ എന്തിനാ ചുമ്മാ അവളോട് ദേഷ്യപ്പെടുന്നേ? ചുമ്മാ ഒരു കാര്യമില്ല ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കും. അമ്മ ഒരു കാര്യം മനസ്സിലാക്കണം, നന്ദു എന്റെ ഫ്രണ്ടാന്ന് പറയാം. പിന്നെ ഫ്രണ്ട് പോലും മിണ്ടായിരുന്നോളാം നീ എവിടെ? അല്ല അമ്മ എന്തിനാ വിലക്കണേ? ഞങ്ങൾ തമ്മിൽ എന്നാ? അത് കേട്ടതും
പെട്ടെന്ന് ജാനകി പറഞ്ഞു, ഒരക്ഷരം മിണ്ടിപ്പോയേക്കില്ല, എനിക്കറിയാം നിങ്ങൾ തമ്മിൽ എന്താന്നൊക്കെ ഉള്ളത്, അതുകൊണ്ട് തന്നെയാ പറഞ്ഞേ. പറഞ്ഞാലും അനുസരിക്കില്ല, കച്ച കെട്ടി ഇറങ്ങിയേക്കും ഓരോത്തിമാരൊക്കെ ജീവിതം നശിപ്പിക്കാനായിട്ട്. നന്ദുവിന് ഇപ്പൊ കരയുന്ന മട്ടി സങ്കടമായി. ഈ സമയത്താണ് നവ്യ അങ്ങോട്ട് വരുന്നത്. നവ്യ കേട്ടു ഈ പറയുന്നതൊക്കെ. നവ്യക്ക് എന്താന്ന് പോലും മനസ്സിലായില്ല. പക്ഷെ ഒരു കാര്യം മനസ്സിലായി, എന്തോ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ ജാനകിയമ്മ നേരത്തെ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല, പക്ഷെങ്കിൽ ഇപ്പോഴിങ്ങനെയൊക്കെ പെരുമാറുന്നതിന് കാരണം എന്തേലും ഉണ്ടായിട്ടായിരിക്കും. പെട്ടെന്ന് അനി പറഞ്ഞു, അമ്മ വെറുതെ ഒന്നും മിണ്ടായിരിക്കുന്നുണ്ടോ? നന്ദു കല്യാണം കൂടാൻ വന്നാലേ, എന്നിട്ട് അവളോട് ഇങ്ങനെയൊക്കെയാണ് പെരുമാറുന്നത്. കല്യാണം പോലും കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ അവളെ ഞാൻ ഓടിച്ചു വിട്ടാ, വീണ്ടും വന്നിട്ട് വലിഞ്ഞു കയറി വന്നിരിക്കുന്നു. നാളെ വന്നാൽ മതി എന്ന് പറഞ്ഞാൽ നിനക്കെന്താ മനസ്സിലാവത്തില്ലേ എന്ന് ചോദിക്കുക. നീ ഇങ്ങോട്ട് വാടാ, നിനക്കിട്ടം വെച്ചിട്ടുണ്ട് എന്നും പറഞ്ഞ് അനിയുടെ കയ്യെ പിടിച്ച് വലിച്ചോണ്ട് അങ്ങോട്ട് പോണ്. അമ്മ വിടമ്മ എന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷെ അതൊന്നും ജാനകി കേട്ടില്ല. നന്ദുവിനാണ് കരച്ചിൽ വന്നു. ഈ സമയം നവ്യ പെട്ടെന്ന് വന്നിട്ട് അങ്ങോട്ട് ചോദിച്ചു, എന്താ നന്ദു, എന്താ ഈ കേൾക്കണൊക്കെ, എന്ത് പറ്റിയെന്ന് ചോദിക്കുക. പെട്ടെന്ന് നന്ദുവിനങ്ങ് സങ്കടം അടക്കാൻ പറ്റിയില്ല. ഞാൻ പറഞ്ഞാ ഞാൻ കല്യാണത്തിന് വരുന്നില്ല എന്ന്, നാളെ വരുന്നുള്ളെന്ന്. നാളെ വരാൻ എനിക്ക് താല്പര്യമില്ലായിരുന്നു. ദേ അച്ഛനാ നിർബന്ധിച്ച് എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്ന്, 1000 വട്ടം പറഞ്ഞിട്ട് കേട്ടില്ല. ഇപ്പൊ എല്ലാവർക്കും സമാധാനമായല്ലോ എന്നും പറഞ്ഞ് നന്ദുവിന് കണ്ണങ്ങ് നിറഞ്ഞു ഒഴുവാണ്. നവ്യ ചോദിച്ചു, എന്താ എന്താ നന്ദു ഇത്? എന്നാ നീ അനിയും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നിങ്ങൾ തമ്മിൽ എന്തേലും അടുപ്പ് എന്തേലും ഉണ്ടോന്ന് ചോദിക്കുക. പക്ഷെ നന്ദു ഒന്നും മിണ്ടിയില്ല. നന്ദു പറഞ്ഞു, എന്നോട് ആരും ഒന്നും ചോദിക്കണ്ടെന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പം നവ്യ പറഞ്ഞു, എന്നാ ശരി, നിന്നോട് ചോദിക്കണ്ട, ഞാൻ ചോദിക്കേണ്ടവരോട് ചോദിച്ചോളാം എന്നും പറഞ്ഞ് നവ്യ അങ്ങോട്ട് പോവാണ്. ഈ സമയത്ത് നയനയും കനയും കൂടെ സാരിയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ കനക സാരി എല്ലായിടത്തും ഭംഗി നോക്കുക. നാളെ കല്യാണത്തിന് എടുക്കാനുള്ള സാരി ആദർശമോ നല്ല സാരി എടുത്തു തന്നിരിക്കുന്നത്, അതും വില കൂടിയ സാരി. എത്ര സാരി എന്നറിയോ ഓണം കല്യാണം ഒക്കെ അനുബന്ധിച്ച് കിട്ടിയിരിക്കുന്നത്, എല്ലാം നല്ല അടിപൊളി സാരികളാ. എന്നാൽ നല്ല കല്യാണത്തിനൊന്ന് മിന്നിക്കണം എന്ന് പറഞ്ഞ് സാരികളൊക്കെ നയനെടുത്ത് കാണിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നവ്യ അങ്ങോട്ട് വരുവാണ്. നവ്യ വന്നിട്ട് ചോദിച്ചു, നന്ദുവിന് ഇത് എന്ത് പറ്റിയെന്ന് ചോദിക്കുക. പെട്ടെന്ന് നോക്കി, എന്താ എന്താ കാര്യം എന്ന് കന ചോദിക്കുക. അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നന്ദുവും അനിയും തമ്മിൽ ഇഷ്ടത്തിലാണോന്ന് ചോദിക്കുക. പെട്ടെന്ന് നയന കനകനെ നോക്കി, എന്താ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം നോക്കുന്നേ. നയന പറഞ്ഞു, ഏയ് അങ്ങനെയൊന്നും ഇല്ലാന്ന് പറയണേ, വെറുതെ കള്ളത്തരം പറയരുതെന്ന് പറയാം. കനക പറഞ്ഞു, ഏയ് അവര് തമ്മിൽ അങ്ങനെയൊന്നും ഇല്ല മോളെ, അതൊക്കെ മോളുടെ തോന്നലല്ലേ, അല്ലെങ്കിൽ നാളെ കല്യാണം നടക്കാൻ പോലെ, പിന്നെ അതിന്റെ ഇടയ്ക്ക് എന്താ ഇതൊക്കെ ചർച്ച ചെയ്യുന്നേ? ദേ കല്യാണത്തെ കുറിച്ചൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, അതിനിടയ്ക്ക് വെറുതെ വേണ്ടാത്ത കാര്യങ്ങളൊന്നും സംസാരിക്കണ്ടെന്ന് പറയണം. ഇത് കേട്ടത് നവ്യ പറഞ്ഞു, അതെനിക്ക് മനസ്സിലായി, ഞാൻ ഈ കാര്യത്തെക്കുറിച്ച് സംസാരിക്കില്ലായിരുന്നു. പക്ഷേങ്കില് അനിയുടെ അമ്മ വന്നിട്ട് കുറെ കാര്യങ്ങളൊക്കെ നന്ദുനോട് പറയുന്നത് കേട്ടു. അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോ എനിക്ക് സംശയമായി. മുമ്പാണെങ്കിൽ നിനക്കാണെങ്കിൽ എനിക്കാണെങ്കിൽ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിയുമ്പോ ജാനകിയളയമ്മ വന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന. പക്ഷെ കുറച്ച് ദിവസമായിട്ട് ശ്രദ്ധിക്കുന്നു, ജാനകിയളയമ്മയ്ക്ക് നമ്മളെ കണ്ണെടുത്താൽ കാണത്തില്ല. അപ്പോഴേ എനിക്ക് മനസ്സിലായി എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന്. സത്യം പറ, എന്താ കാര്യം എന്ന് ചോദിക്കുക. ഇനി എന്നോട് മറച്ചു വെക്കാൻ ശ്രമിക്കണ്ട, എന്തായാലും മറച്ചു വെച്ചാ ഞാൻ ഇപ്പൊ തന്നെ ഞാനൊരു കാര്യം ചെയ്യാം, അനിയുടെ അമ്മയോട് പോയി ചോദിച്ചോളാം. എന്താ അത് മതിയോന്ന് ചോദിക്കുക. നയനയും കനികയും പെട്ടു. ഇനി ഇവള് ചോദിക്കുക തന്നെ ചെയ്യും. പെട്ടെന്ന് നയന പറഞ്ഞു, നമ്മളെല്ലാം ഓർത്തോണ്ടിരുന്നേ അനിയും നന്ദുവും തമ്മില് സൗഹൃദത്തിലായിരുന്നല്ലേ? അല്ല, അതിനപ്പുറത്തേക്ക് അവർ തമ്മിലൊരു ബന്ധം ഉണ്ടായിരുന്നു പറയാം. ഇത് കേട്ടോ നവ്യ ഞെട്ടി. നീ എന്തൊക്കെയാ നയനെ പറയണെന്ന് ചോദിക്കാം. അതെ, അവര് തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു. എന്നിട്ടോ? അല്ല, ഇപ്പോഴും ഞാൻ പതുക്കെ നന്ദുവിനെ പറഞ്ഞു തിരുത്തി വെച്ചിരിക്കുക. നന്ദുവിനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷെങ്കില് പ്രണയം തുറന്നു പറഞ്ഞിരുന്നില്ല. അനിയയുടെ മനസ്സിൽ ഇപ്പൊ നന്ദു ഇല്ല എന്നുള്ള രീതിക്ക് മുന്നോട്ട് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാല് മറ്റൊന്നും കൊണ്ടല്ല, അനിയോട് പറഞ്ഞിട്ടുണ്ട് നന്ദുവിന് വെറും ഒരു സൗഹൃദം മാത്രമൊന്നും ഉണ്ടായിരുന്നേ, ഒരു ഫ്രണ്ട്ഷിപ്പ് മാത്രം, അതിനപ്പുറത്തേക്ക് അവളുടെ മനസ്സിലൊന്നും ഇല്ലായിരുന്നെന്ന്. കാരണം പ്രണയം തുറന്നു പറയാത്തോണ്ട് എനിക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ട്. പക്ഷെ ഒരു കാര്യം ഉറപ്പാ, നന്ദുവിന്റെ മനസ്സിൽ ഇപ്പോഴും അനി ഇങ്ങനെ കിടക്കുക. അനിയുടെ മനസ്സിൽ നിന്നും നന്ദു പോയിട്ടില്ല എന്നാ തോന്നുന്നേ. നവ്യ പറഞ്ഞു, ഇതൊക്കെ ഇപ്പോഴാണോ പറയണേ, നേരത്തെ പറഞ്ഞിട്ട് എന്താ വെച്ച കാര്യം? എനിക്ക് മനസ്സിലായി, ഞാൻ മുമ്പത്തെ എന്റെ സ്വഭാവം വെച്ചാണെങ്കിൽ എന്തായാലുമൊക്കെ കാണിച്ചു കൂട്ടെന്ന് വിചാരിച്ചിട്ടല്ലേ നിങ്ങൾ എന്നിൽ നിന്ന് മറച്ചു വെച്ചെന്ന് ചോദിക്കാം. ഇപ്പൊ എനിക്ക് ആ സ്വഭാവം ഒന്നുമില്ല, എന്റെ ആ സ്വഭാവം മാറിയ കാര്യമൊക്കെ അറിയാൻ മേലേന്ന് ചോദിക്കും. പിന്നീട് നവ്യ പറഞ്ഞു, ഒരു കാരണവശാലും ആ ബന്ധം നടക്കാൻ പാടില്ല. കാരണം നമുക്കറിയാലോ നമ്മള് രണ്ടുപേരും ഇവിടെ എങ്ങനെ ജീവിക്കുന്നെന്നുള്ള കാര്യം. ഈ സമയത്താണ് നന്ദു അങ്ങോട്ട് വരുന്നത്. നന്ദുവിനെ കണ്ടു നവ്യ ഓടിപ്പോയി കെട്ടിപ്പിടിക്കുകയാണ്. കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ട് ചോദിച്ചു, മോളെ ഇത്രയും വിഷമം ഉള്ളിൽ ഒതുക്കി വെച്ച് നീ എന്തിനാ ഇങ്ങോട്ട് വന്നേ? നിനക്ക് വരേണ്ട കാര്യം ഉണ്ടായിരുന്നു ചോദിക്കുക. ഞാൻ പറഞ്ഞ ഞാൻ വരുന്നില്ല എന്ന്. നന്ദുവിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുക. കരയണ്ട, സങ്കടപ്പെടണ്ട, നമുക്ക് വിധിച്ചേ കിട്ടുള്ളൂ. അത് മാത്രല്ല, നീ രക്ഷപ്പെട്ടെന്ന് കൂട്ടിയാൽ മതി. ഞങ്ങള് രണ്ടുപേരും ഇവിടെ മരുമക്കളായിട്ട് പുറമേന് കാണിച്ച് നടക്കുന്നുണ്ട് നാട്ടുകാരുടെ മുന്നില്. പക്ഷെങ്കില് ഈ വീട്ടിലെ ഞങ്ങളുടെ അവസ്ഥ ഞങ്ങൾക്ക് അറിയത്തുള്ളൂ. ഞാൻ ആകെപ്പാടെ തകർന്ന മട്ടില്ല. എന്റെ ഭർത്താവിന്റെ സ്വഭാവം അറിയാലോ. പിന്നെ നയനയുടെ കാര്യം
ഇപ്പോഴെങ്ങനെയാന്ന് എനിക്കറിയത്തില്ല, മുമ്പത്തെ കാര്യം എനിക്കറിയാം. ഇതൊക്കെ കൊണ്ടാ ഞാൻ പറയണേ, ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നിന്റെ ജീവിതം ശാശ്വതമാവാൻ പോകുന്നില്ല. പിന്നെ അത് മതി അടുത്തൊരു പ്രശ്നം ഉണ്ടാവാനായിട്ട്. അതിനേക്കാൾ ഉപരി അനാമികൻ ഇവിടെ വല്യമ്മയും എല്ലാരും മൂത്ത മരുമകളായിട്ട് അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുക. ഞങ്ങളിവിടെ ആരും അല്ലാത്തൊരവസ്ഥയില. അങ്ങനെയുള്ള ഒരു വീട്ടിലേക്ക് നീയും കൂടെ കയറി വരേണ്ട കാര്യമുണ്ടോയെന്ന് ചോദിക്കാം. നന്ദു പറഞ്ഞു, ഇല്ല, ഞാൻ വരണില്ല. അല്ലെങ്കിലും എൻ്റെ മനസ്സിലെ വിഷമങ്ങളും വേദനകളും ഒക്കെ ഞാൻ ഉള്ളിൽ ഒതുക്കിക്കൊണ്ടിരിക്കുമെന്ന് പറയാം. നയന പറഞ്ഞു, സങ്കടപ്പെടല്ലേ മോളെ, ഒന്ന് ഇപ്പൊ തന്നെ കണ്ടില്ലേ, അനിയുടെ മനസ്സിൽ നല്ല വിഷമമുണ്ട്. നീ ഒരു പക്ഷെ സങ്കടപ്പെടുന്ന കണ്ട അവന് സംശയവും. ഈ കല്യാണം നടക്കില്ല. ഈ കല്യാണം നടക്കാതെ പോയ പിന്നെ എന്താന്നറിയാലോ, മുത്തച്ഛന്റെ അവസ്ഥ വളരെ മോശവും. അത് മാത്രമല്ല, പിന്നീട് ഞങ്ങൾക്ക് ഈ വീട്ടിൽ ഒരു സ്ഥാനം ഉണ്ടാകത്തില്ല. ഞങ്ങൾ ഇറങ്ങേണ്ടതായിട്ട് വരും. ഈ സമയം നവ്യ പറഞ്ഞു, എന്തൊക്കെയോ പന്തികേടുള്ളവൾ എനിക്ക് തോന്നുന്നുണ്ട്. കാരണം അന്ന് ആ തട്ടിക്കൊണ്ട് പോയത് അനാമികേനെ. പക്ഷെ അതാരാ എന്താന്നും അറിയത്തില്ല. ഇത് കേട്ടതും നയന പറഞ്ഞു, ശരിയാ, പക്ഷെ അതിനെക്കുറിച്ചൊന്നും നമ്മളിപ്പോ ആലോചിക്കാൻ പോലും പോകണ്ട. ഇവിടെ ഉള്ളവർക്ക് അനാമികനെ ഇഷ്ടമാ. പിന്നെ നമ്മൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാരും പറയുന്നത് എന്താ, നമുക്ക് ഈ ബന്ധം ഇഷ്ടമില്ല, നന്ദുവിനെ കൊണ്ട് അനിയെ വിവാഹം കഴിപ്പിക്കാനായിട്ടാണ് എല്ലാവർക്കും ഇഷ്ടം. അതുകൊണ്ട് നമ്മൾ ഇടംകോലിടാൻ വേണ്ടിയിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയണേ. അതുകൊണ്ട് നമ്മൾ കൂടുതലൊന്നും പറയാൻ പോകണ്ടെന്ന് പറയാം. കനകയും പറഞ്ഞു, ശരിയാ, ഇനിയിപ്പൊ അതിനെക്കുറിച്ചൊരു സംസാരവും വേണ്ട. പോട്ടെ നന്ദൂട്ടാ, നന്ദൂട്ട് ധൈര്യമായിട്ടിരിക്കുക. ഇതേ നന്ദൂട്ട് ഞാൻ പറഞ്ഞ അനുസരിക്കില്ലേന്ന് ചോദിക്കുക. നന്ദൂന്റെ കണ്ണ് നിറഞ്ഞൊഴുകുക. ഈ സമയം നവ്യ പറഞ്ഞു, എത്രയാന്ന് പറഞ്ഞാലും മോൾക്ക് സങ്കടം ഉണ്ടാവുമെന്നറിയാം. നയന പറഞ്ഞു, ശരിയാ, ആദ്യമായിട്ടൊരു ഒരാൾ മനസ്സിലേക്ക് കയറുന്നതല്ലേ. ഇതിനു മുമ്പ് നീ ഇങ്ങനെയൊന്നും ആയിരുന്നല്ലോ. പക്ഷെ അതിൻ്റെതായ വിഷമങ്ങളും വേദനകളും ഉണ്ടാവും. കുഴപ്പമില്ല, നാളെ ഒരു ദിവസത്തോടെ കഴിഞ്ഞാൽ അതൊക്കെ മാറിക്കോളും. എത്രയും പെട്ടെന്ന് നാളത്തെ കല്യാണം കഴിഞ്ഞാൽ മതിയായിരുന്നു. എങ്കിൽ മനസ്സിന് സമാധാനത്തോടെ ഇരിക്കായിരുന്നു പറയാം. കനക പറഞ്ഞു, ഇനിയിപ്പോൾ എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത്? 2 കല്യാണമൊക്കെ ഉണ്ടെന്ന് പറയണു. ഇനിയിപ്പോൾ 2 കല്യാണം ഉണ്ടെന്ന് പറഞ്ഞിട്ട് രണ്ടാമത്തെ കല്യാണമൊക്കെ എങ്ങനെയായിരിക്കും എന്നറിയത്തില്ല. ആദ്യത്തെ കല്യാണം ഇതാ. ഇനിയിപ്പോൾ അനാമികയായിട്ട് ഒത്തുചേർന്ന് പോകത്തില്ലേ? 100 ടെൻഷനുകളാ. കല്യാണം കഴിഞ്ഞാലും അതിനേക്കാളും വലിയ പ്രശ്നങ്ങളാ ഉണ്ടാകാൻ പോകുന്നതെന്ന് ഒരു ചിന്തയൊക്കെ മനസ്സിലുണ്ടാകുന്നുണ്ടെന്ന് പറയാം. പിന്നീട് കാണിക്കുന്നത് ഗോവിന്ദൻ നാളെ കല്യാണമാണ്. അപ്പൊ കുറെ അണ്ടാവും കാര്യങ്ങളും എല്ലാം കഴിക്കൊണ്ടിരിക്കുക പണിക്കാര്. അപ്പൊ ആ കൂടെ ഗോവിന്ദന് ചേർന്ന് പണി ചെയ്തോണ്ടിരിക്കുക. അപ്പോഴാണ് വസ്തുന മുത്തശ്ശി അങ്ങോട്ട് വരുന്നത്. ആഹാ, ഗോവിന്ദൻ ഈ കൂടെ കൂടിയോന്ന് ചോദിക്കും. അത് പിന്നെ അമ്മ, എല്ലാവരും ഇവിടെ ഓരോ ജോലികളല്ലേ, പിന്നെ എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളാ ഇതൊക്കെ. ഞങ്ങളുടെ നാട്ടിലാണെങ്കിൽ ഇങ്ങനെയാ, ഈ ഫുഡൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഞങ്ങളാരും ഒത്തൊരുമയോട് കൂടിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുമെന്ന് പറയാം. അതെ, വേണ്ട, ഗോവിന്ദന് അസുഖമൊക്കെയുള്ള. അതൊന്നും കുഴപ്പമില്ലമ്മേ, എനിക്കൊരു പ്രശ്നമില്ല എന്ന് പറയാം. അത് പറഞ്ഞിട്ട് കാര്യമില്ല, ഇവിടുത്തെ ജോലികളൊക്കെ ചെയ്യാൻ പണിക്കാരൊക്കെ ഉണ്ട്. ഗോവിന്ദൻ ഈ പണികളൊന്നും ചെയ്യണ്ടെന്ന് പറയാം. അതൊന്നും പ്രശ്നമില്ല, ഇതിപ്പോ എന്റെ വീടും കൂടെ അല്ലേ, അതുകൊണ്ട് ഞാനും കൂടെ വേണ്ട എല്ലാ കാര്യത്തിനും മേൽനോട്ടം വയ്ക്കാനായിട്ട്. ഇത് കേട്ട വസ്തുന മുത്തശ്ശി പറഞ്ഞു, അതെ, ഫുഡിന്റെ കാര്യത്തിനെല്ലാം മേൽനോട്ടം വയ്ക്കിച്ച് എല്ലാത്തിനും ഒപ്പം നിന്നാൽ മാത്രം മതി, ഇങ്ങനെ പണി ചെയ്യുമൊന്നും വേണ്ടാന്ന് പറയാം. പിന്നീട് വസ്തുന മുത്തശ്ശി പറഞ്ഞു, നാളെ കല്യാണമാണ്. രണ്ടും വന്നു കയറിയ 2 മരുമക്കള് നല്ല മരുമക്കളാ. പിന്നെ നവ്യയ്ക്ക് പിന്നെ ഇച്ചിരി ദേഷ്യവും മുൻചുണ്ടി ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ആള് പാവാണ്. പക്ഷെ എനിക്ക് ഇനി വരാൻ പോകുന്നതും കൂടെ നല്ല മരുമോളായാൽ മതിയായിരുന്നു. ഈ വീടിന് ചേരുന്ന രീതിയിൽ മുന്നോട്ട് പോകുന്നത്, അത് മാത്രം ഒരു പ്രാർത്ഥനയുള്ളൂ. കാരണം ഈ വീട് ഒത്തൊരുമയോടെ ഇങ്ങനെ മുന്നോട്ട് പോകണമെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടാ. ഒരു കൂട്ടുകുടുംബം അല്ലേ, അപ്പൊ ആ രീതിക്കുള്ളൊരു പെൺകുട്ടി വന്നില്ലെങ്കിൽ കുടുംബം താറുമാറാവും പറയാം. ഗോവെന്ന് പറഞ്ഞു, അതൊക്കെ ശരിയാവും, ദേ അമ്മ വിഷമിക്കണ്ട, എല്ലാം ശരിയാവും പറയാം. പിന്നീട് വസ്തുന മുത്തശ്ശി അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാണ്. പിന്നീട് കാണിക്കുന്ന ആദർശിന്റെ കുറച്ച് ഫ്രണ്ട്സൊക്കെ വന്നു. ആദർശ് അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആദർശ് പറഞ്ഞു, എന്താണെങ്കിലും എനിക്ക് കിട്ടിയ എന്റെ ഭാര്യ 10 മാറ്റം തന്നെയാന്ന് പറയണം. ഇതിപ്പോ ആദർശിന്റെ കൂട്ടുകാരന്മാർ പറഞ്ഞു, അത് പിന്നെ പറയേണ്ട കാര്യമില്ലോ, ഞങ്ങൾക്ക് മനസ്സിലായതാന്ന് പറയാം. ഇനിയിപ്പൊ വന്ന് കയറുന്ന ആളും കൂടെ അങ്ങനെ ആയാൽ മതി എന്ന് പറയാണ്. അപ്പോഴാണ് അനി അങ്ങോട്ട് വരുന്നത്. അനി വന്നിട്ട് പറഞ്ഞു, ഏട്ടൻ ഇങ്ങോട്ട് വന്ന് എനിക്കൊരു കാര്യം സംസാരിക്കണ്ടേ. എന്താടാ? ഇങ്ങോട്ട് വരാനും പറഞ്ഞ് ആദർശിനെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോവാണ്. കൂട്ടിക്കൊണ്ട് പോയിട്ട് പറഞ്ഞു, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, വാഴക്കല്യാണം നടത്തി ഈ ജാതകങ്ങൾ തമ്മിൽ ചേരില്ല എന്ന് പറയുന്നു. പിന്നെ എന്തിനാ എനിക്കിഷ്ടമില്ലാതെ ഈ വിവാഹം നടത്തുന്നേ? ഇതിന്റെ വല്ല കാര്യമുണ്ടോ? ജാതകങ്ങൾ തമ്മിൽ ചേരത്തില്ലെങ്കിൽ 2 കല്യാണം ഉണ്ടെങ്കിൽ ഈ വിവാഹം നടത്തേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കുക. ഇത് കേട്ട ആദർശ് ഒരു ഞെട്ടലോടുകൂടി അനിയെ നോക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷയുണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.